അങ്ങനെ ഞങ്ങളുടെ തേക്കടി ട്രിപ്പിൻ്റെ തുടർ വിശേഷങ്ങളുമായി ഞാനിതാ പിന്നെയും വന്നിരിക്കുകയാണ്. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. റിസർവ് ഫോറസ്റ്റിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ അന്ന് ആരണ്യ നിവാസിലേക്കുള്ള ഗസ്റ്റുകളുടെ ലിസ്റ്റൊക്കെ അവരുടെ കയ്യിൽ കാണും. സോ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും ചെറിയൊരു പേയ്മെൻറ്റും കൊടുത്തതിന് ശേഷം ആരണ്യ നിവാസിലേക്ക് എൻട്രി ആയിരിക്കുന്നു. തേക്കടിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ആരണ്യ നിവാസ് തന്നെ സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം ആരണ്യ നിവാസിൻ്റെയും അതുപോലെ തന്നെ ലേക്ക് പാലസിൻ്റെയും KTDCയുടെ GM ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിനോയ് ഞങ്ങളുടെ സ്വന്തം നോയ് ചേട്ടനാണ്, ഉണ്ണിച്ചേട്ടൻ്റെ സ്വന്തം കസിനാണ്. സോ ആ ഒരു കാരണം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. പ്രകൃതിയോട് ഇണങ്ങി നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്റ്റേക്കേഷൻ ആഗ്രഹിക്കുന്നവർക്കൊരു നല്ല ചോയ്സാണ് KTDCയുടെ ആരണ്യ നിവാസ്, അതുപോലെ ലേക്ക് പാലസ്, കൂടെ പെരിയാർ ഹൗസും. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 റൂംസ് ആയിരുന്നു കേട്ടോ. കയറി ചെല്ലുന്നതേ റിസപ്ഷനിലേക്കാണ് കേട്ടോ. റിസപ്ഷനിൽ കയറി ഏട്ടൻ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന സമയത്ത് റിസപ്ഷനോട് ചേർന്ന് തന്നെ ഒരു വെയിറ്റിംഗ് ലോഞ്ച് ഉണ്ട്. ഞങ്ങൾ അതിൽ കയറി വെയിറ്റ് ചെയ്തു. ഈ ഓടി വരുന്ന എൻ്റെ പീക്കിരികളെ കണ്ടോ, എത്ര നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് കൊണ്ടുവന്ന 3 ഐറ്റംസാണത്. ഇപ്പം കണ്ടോ അതിൻ്റെ 3ൻ്റെയും കോലം. അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് ലോഞ്ചിലിരുന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ബ്രോഷേഴ്സും ആൽബംസും ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് വായിക്കാം. നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു വെയിറ്റിംഗ് ലോഞ്ച് തന്നെയായിരുന്നു. ഞാനൊരു വലിയ വീഡിയോഗ്രാഫറോ ഫോട്ടോഗ്രാഫറോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ച് എത്ര നന്നായി നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ പറ്റും അത്രയും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ. പിന്നെ തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് നല്ല വലിയ മുന്തിയ ഫോണൊക്കെ വാങ്ങി നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് എനിക്ക് ചെയ്യാൻ കഴിയട്ടെ. അതിന് നിങ്ങളുടെ അനുഗ്രഹവും വേണം. തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും വേണം. ഒരുപാട് വെയിറ്റ് ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ 3 റൂംസിൻ്റെയും കീസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇതാണ് ആദ്യത്തെ റൂം. കയറിയ ഉടനെ റൈറ്റ് സൈഡിൽ കാണുന്നത് ബാത്റൂമാണ്. കൂടെ ഒരു കബോർഡും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കബോർഡും അവൈലബിൾ ആണ്. ഈ കാണുന്ന വലിയ കിങ് സൈസ് ബെഡോടുകൂടി വിശാലമായൊരു ബെഡ്റൂം. ഒരു സ്റ്റാൻഡേർഡ് 3 സ്റ്റാർ ഹോട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു. എങ്ങനെ നോക്കിയാലും നമ്മുടെ മണി വേർത്ത് തന്നെയായിരുന്നു കേട്ടോ. കേർട്ടൻ നീക്കിയാൽ കാണുന്നത് ഒരു ചെറിയ പാർക്ക് പോലെ, കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ പോലെയാണ് കേട്ടോ. എന്നാൽ കേർട്ടൻ തുറന്നിട്ട് വിൻഡോസ് തുറക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ഈ 3 പോരാഞ്ഞിട്ടാണ് ഇനി പുറത്തുനിന്ന് ഞാൻ തുറന്നു തന്നെ. അടുത്തടുത്ത 3 റൂം തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. തൊട്ടടുത്ത റൂം ഇതാ കണ്ണനും പ്രീതി അങ്ങ് കയ്യേറി. അവരുടെ റൂമും സെയിം ആസ് ഞങ്ങളുടെ റൂം പോലെ തന്നെയായിരുന്നു. പിന്നെ ആദിക്കുട്ടൻ ഏത് നേരം ഈ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അച്ഛൻ്റെ അമ്മയുടെ റൂമായിരുന്നു. അമ്മ ഇതാ തനിച്ച് അവിടെ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. റേഞ്ചൊന്നും ഇല്ല കേട്ടോ, റേഞ്ച് കുറവാണ്. വോഡഫോണിന് റേഞ്ച് റൂംസിൽ കുറവാണെങ്കിലും പുറത്ത് അത്യാവശ്യം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ വൈഫൈ പാസ്വേഡും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള നെറ്റൊക്കെ അവിടുന്ന് കിട്ടിയിരുന്നു. ഇത് ബാത്റൂം. പിന്നെ ക്ലീൻ, വൃത്തി, അത് പ്രത്യേകം പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ടായിരുന്നു റൂമൊക്കെ ഇരുന്നിരുന്നത്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ വന്ന കാര്യം മറന്നുപോയി കേട്ടോ. ഇത് സ്റ്റോറേജ് ഏരിയയാണ്. സ്റ്റോറേജ് ഏരിയയിൽ തന്നെ ഒരു ചെറിയ ലോക്കർ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്ത് നേരെ വന്നപ്പോൾ ഏട്ടൻ അത് അല്ലാ പഠിച്ചോനെ എന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് നല്ല വിശപ്പുണ്ട്. നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചു റെസ്റ്റോറൻറ്റിലേക്ക്. കുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മെനു കാർഡ് പിടിച്ചുകൊണ്ട് പാസ്ത ബോൾ കളിക്കുന്ന പോലെ എല്ലാവരും ഒന്ന് തട്ടി കളിച്ചുകൊണ്ടേയിരുന്നു. എന്ത് ഓർഡർ ചെയ്യണമെന്നൊരു ഐഡിയ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആലോചിച്ചുള്ളൂ എന്താണ് ആദ്യം കിട്ടുക എന്ന് ആലോചിക്കുന്നത്. കാരണം ഇനിയൊരു വെയിറ്റിങ്ങിനുള്ള ക്ഷമ ആർക്കും ഇല്ലായിരുന്നു. കുട്ടികൾക്ക് ഒട്ടും ഇല്ലായിരുന്നു. പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു എന്താ ഭക്ഷണം വരാത്തേന്ന്. പിന്നെ ഒരു സ്റ്റാർ ഹോട്ടലല്ലേ, ഭക്ഷണമൊക്കെ എത്തുമ്പോൾ അതിൻ്റേതായ സമയമെടുത്തല്ലേ വരുള്ളൂ. അങ്ങനെ ഒടുക്കം കോഴി ബിരിയാണിയിൽ തന്നെ ചെന്ന് അവസാനിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ മലയാളികൾക്ക് അല്ലേ. ഓർഡർ ചെയ്ത ഫുഡ് വന്നപ്പോൾ എല്ലാവരും പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഷെയറിങ് ആയിരുന്നു കേട്ടോ. കാര്യം ഒരു പ്ലേറ്റിൽ നിന്ന് എന്താ തട്ടുന്നതെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. അവിടെ ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളെണ്ണിയൊന്നും ഓർഡർ ചെയ്യേണ്ടെന്ന് അവർ തന്നെ ഞങ്ങൾക്കൊരു സൂചന തന്നു. ഭക്ഷണം വന്നതും പിന്നെ ഒരു അറ്റാക്കിംഗ് ആയിരുന്നു അതിന് നേരെ. ഭക്ഷണം വന്ന് എല്ലാവരും കഴിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബോട്ടിംഗ് ആയിരുന്നു. റിസപ്ഷനിൽ വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിങ്ങിന് അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ സീറ്റ് നമ്പറും ബോട്ട് നമ്പറും എല്ലാം അവിടുന്ന് ഡീറ്റെയിൽസ് തന്നിരുന്നു. പിന്നെ ഈ കാണുന്നത് ആരണ്യ നിവാസിൽ നിന്ന് തന്നെ നേരെ ലേക്കിലേക്കുള്ളൊരു എൻട്രൻസ് ആണ്.
നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അവർ നല്ല സൂപ്പറായിട്ട് ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. ഓരോ മരത്തിൻ്റെ വലിപ്പവും വീതിയും വണ്ണവും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞെട്ടിപ്പോവും കേട്ടോ. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ കണ്ടിരുന്നു ഇതുപോലെ വണ്ണമുള്ള തേക്കുകൾ. പക്ഷേ ഇത് തേക്കല്ല, ആലായിരുന്നു. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ജോളിയായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ടിക്കറ്റുമായിട്ട് എന്തോ കരസ്ഥമാക്കിയ സന്തോഷത്തോടെ അതാ ഉണ്ണി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങുന്നത് ലേക്കിലേക്കായിരുന്നു കേട്ടോ. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. ഈ റിസർവ് ഫോറസ്റ്റിനകത്ത് KTDCയുടെ ഈ 3 പ്രോപ്പർട്ടീസ് അല്ലാതെ പുറത്തുനിന്നുള്ള ഹോട്ടൽസ് ഒന്നും ഇല്ല കേട്ടോ. എന്നാൽ ലേക്ക് പാലസിൽ ബോട്ടിങ്ങിൻ്റെ ടൈമായപ്പോൾ അത്യാവശ്യം തിരക്ക് അവിടെ മൊത്തം കണ്ടുവന്നു കേട്ടോ. നടന്നു വരുന്നവരുണ്ട്, വണ്ടിയിൽ വരുന്നവരുണ്ട്, ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബസ്സിൽ ആൾക്കാർ വന്നിറങ്ങുന്നത് കണ്ടു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സ്കൂളിൽ അസംബ്ലി കൂടുമ്പോൾ ഉള്ള തിരക്കാണ് പിന്നെ അങ്ങോട്ട് കണ്ടത്. വരിയായി എല്ലാവരും ഇതേ ലേക്കിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പതുക്കെ പോകാൻ പറ്റുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നിലായിരുന്നു. ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. തിരിച്ചു കയറാൻ അമ്മ ബുദ്ധിമുട്ടുമല്ലോ എന്നോർത്തപ്പോൾ ശരിക്കും പേടി തോന്നി കേട്ടോ. അമ്മ കയറുമെന്ന് തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. അങ്ങനെ താഴേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഈ നിരത്തിയിട്ടിരിക്കുന്നതൊക്കെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബോട്ടുകളാണ്. എല്ലാവരുടെ ടിക്കറ്റിലും ഉണ്ടായിരിക്കും അവർ കയറേണ്ട ബോട്ടിൻ്റെ നെയിമും അതുപോലെ സീറ്റ് നമ്പറും. ഞങ്ങൾക്ക് കയറാനുള്ളത് ജലജ്യോതി എന്ന് പറയുന്ന 2ാമത്തെ ബോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജലജ്യോതി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. സീറ്റൊക്കെ കണ്ടുപിടിച്ചു. അതിലേക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടി കേട്ടോ. സീറ്റൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരും അവരവരുടെ സീറ്റിൽ നോക്കിയിരുന്നു. ഞാനൊരു സൈഡ് സീറ്റ് ഒപ്പിക്കാൻ വേണ്ടി ആരുടെ ടിക്കറ്റിലാണ് സൈഡ് സീറ്റ് ഉള്ളത് അത് ചോദിച്ച് മേടിക്കാമെന്ന് ഓർത്ത് നടന്നു. അപ്പോൾ സിംഗിളായിട്ടൊരു സൈഡ് സീറ്റ് എനിക്കും കിട്ടി. അവിടെ ഞാനും ഇരുന്നു. കുട്ടികളും ഉണ്ണിച്ചേട്ടനും അമ്മയൊക്കെ ആയിട്ട് ഫ്രണ്ടിലായിരുന്നു. ഞാനും കണ്ണനും പ്രീതയൊക്കെ ആ പിന്നിലെ സൈഡിലുമായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ ബോട്ടായിരുന്നു കേട്ടോ. ബോട്ട് പയ്യെ പിന്നിലോട്ട് വന്ന് പിന്നെ മുന്നിലോട്ടൊരു കുതിപ്പായിരുന്നു. പിന്നെ അങ്ങോട്ട് വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. പണ്ട് തൊട്ടേ തേക്കടി ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു കാഴ്ചയുണ്ട്. ലേക്കിൻ്റെ നടുവിൽ ഇതുപോലെ കമ്പായിട്ടിരിക്കുന്ന മരത്തിൽ ഇരിക്കുന്ന വേഴാമ്പലോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും പറവയോ അങ്ങനെ ഒരു ചിത്രമാണ് എപ്പോഴും മനസ്സിൽ വരിക. പക്ഷെ അതിനും വേണ്ടി ക്യാമറ ഉയർത്തിപ്പിടിച്ച് ഞാൻ അങ്ങേയറ്റം വരെ നിന്നിട്ടും ഞാൻ കൊമ്പുമ്മേ ഒരു പക്ഷീനെയും കണ്ടില്ല കേട്ടോ. ഒരു മ്ലാവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതായിരുന്നു ലേക്ക് പാലസ്. ലേക്ക് പാലസിൻ്റെ വ്യൂ ആണ് ആ കാണുന്നത്. ആ സ്റ്റെപ്സോട് കൂടിയത് ലേക്ക് പാലസ് ആണ്. ശരിക്ക് ഈ KTDCയുടെ ഈ പ്രോപ്പർട്ടീസ് ലേക്ക് പാലസ് എന്ന് പറയുന്നത് ട്രാവൻകൂർ കിങ് പുള്ളിയുടെ വസതിയായിട്ടാണ് ലേക്ക് പാലസ് കാണുന്നത്. അതുപോലെ തന്നെ ആരണ്യ നിവാസ് ഒഫീഷ്യൽസിന് കിങ്ങിൻ്റെ ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആരണ്യ നിവാസ്. കൂടെ പെരിയാർ ഹൗസ് ഭടന്മാർക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് ആ കോൺസെപ്റ്റ്. ഇതിൽ ലേക്ക് പാലസ് ഒരു ദ്വീപ് പോലെയാണ് കേട്ടോ. ചുറ്റിനും വെള്ളമാണ്. കാടിൻ്റെ നടുവിലായിട്ടാണ് ലേക്ക് പാലസ്. അതിലേക്ക് പോകാൻ എൻട്രി ചെയ്യുന്നതെല്ലാം ബോട്ടിലാണ്. ലേക്ക് പാലസിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് ആ കാണുന്നത്. എന്ത് ഭംഗിയാണ് നോക്കി. എത്ര മ്ലാവുകളാണ്. കൂട്ടത്തിൽ കണ്ടോ ഒരു 2 ആനയും ഒരു കുഞ്ഞാനക്കൊച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ 2 അല്ല കേട്ടോ 3 ആനകളുണ്ടായിരുന്നു. ലേക്ക് പാലസിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഈ കാഴ്ച കാണാൻ പറ്റും. നമ്മൾ ബോട്ട് സർവീസിൽ പോകുന്നതായത് കാരണം അവരവിടെ അതിനടുത്ത് എത്തുമ്പോൾ വളരെ കുറഞ്ഞ് സ്പീഡ് കുറച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വേണം പാസ് ചെയ്യാൻ. നമ്മൾ അവരുടെ ഏരിയയിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് നമ്മൾ കാണിക്കണ്ടേ. നിർത്തിയതും ബോട്ടിൽ നിന്ന് ഇറങ്ങി 1 മണിക്കൂറോളം ബോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ നിന്ന് ഇറങ്ങി വളരെ പതുക്കെയാണ് ഞാനും ഉണ്ണിച്ചേട്ടനും അമ്മയും മേലെ എത്തിയത്. അമ്മയ്ക്ക് കാലുവേദന കൊണ്ടാണ് അത്രയും പതുക്കെ പോകേണ്ടി വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനത് എങ്ങനെ കയറിയെന്ന് എനിക്കേ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ കയറി മേലോട്ട് വന്നതും തനുക്കുട്ടി നല്ല ഉറക്കമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആദിക്കുട്ടനും നയനുക്കുട്ടനും പിന്നെ ശരം വിട്ട പോലെ പോയി. കാരണം എന്താ, അടുത്തത് അവരുടെ പ്ലേ ടൈമാണ്. സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ ചിൽഡ്രൻസിന് വേണ്ടി ഒരു പോർഷൻ, അതുപോലെ അഡൾട്ട്സിന് വേണ്ടി വേറെ പോർഷനുമായിരുന്നു. അതിൽ ചിൽഡ്രൻസിൻ്റെ പോർഷനിലാണ് അവർ തുടക്കം ഇട്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ നീന്തുന്ന ഒരാൾക്കും നീന്തൽ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സത്യം. എന്നാൽ എൻ്റെ ഉണ്ണിച്ചേട്ടനെ കണ്ടോ, എത്ര ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കുന്നത്. ഒരു ഒളിമ്പിക് സ്വിമ്മിംഗ് ചാമ്പ്യൻ്റെ ആത്മാർത്ഥത അതിലുണ്ടായിരുന്നു.
കുട്ടികൾക്ക് ആദ്യം ഇറങ്ങാൻ പേടി തന്നെയായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടനൊക്കെ നല്ല പേടിയായിരുന്നു, ഭയങ്കര നിലവിളിയൊക്കെ ആയിരുന്നു. നൈനും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ അവരങ്ങ് ഉഷാറായി പതുക്കെ പതുക്കെ വന്നു തുടങ്ങി. ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇത്തരം പേടി കാണുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കരുത്. കുട്ടികളെ കുറച്ചുകൂടെ എൻകറേജ് ചെയ്ത് അവരെ പേടി മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് അവർ പഠിച്ചെടുക്കും. കണ്ടോ, ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു വണ്ടി ഇങ്ങോട്ട് വരുന്നത്. ഞാനും പ്രീതി ഇതെല്ലാം ഇരുന്ന് കണ്ട് ഷൂട്ട് ചെയ്യലിലൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വരുന്ന മുങ്ങാങ്കുഴി വിദഗ്ധൻ ആരാന്ന് മനസ്സിലായോ? ആ വിദഗ്ധൻ പൊങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം. നീന്തം വലിയ അറിയുന്ന കേമനൊന്നും അല്ല കേട്ടോ, എന്നാലും ദേ നോക്കിക്കേ. കുളിയെല്ലാം കഴിഞ്ഞ് ഒരു 8-8:30 ആയപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ബൊഫേ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു. എനിക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ആദ്യക്കുട്ടിയൊക്കെ അത്യാവശ്യം ഫുഡ് എടുത്ത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഭക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഉണ്ണിച്ചേട്ടനും തുടങ്ങിയത് സൂപ്പിൽ നിന്നാണ്. അത്യാവശ്യം നല്ല റഷായ സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. ചപ്പാത്തി ഉണ്ടായിരുന്നു, റൊട്ടി ഉണ്ടായിരുന്നു, കൂടെ പിന്നെ പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു, വെജ് ബിരിയാണി ഉണ്ടായിരുന്നു, ദെൻ ആലു ആൻഡ് ക്യാപ്സിക്കം വെജ് കുർമ, കൂടെ ചിക്കൻ വറുത്തരച്ചൊരു കറി ഉണ്ടായിരുന്നു, ചില്ലി ഫിഷ് ഉണ്ടായിരുന്നു, പിന്നെ റൈസിന് എടുക്കുന്നവർക്ക് ദാൽ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മഷ്റൂം മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു. ഞാൻ എടുത്തത് വെജ് ബിരിയാണി, മഷ്റൂം മഞ്ചൂരിയൻ, അതുപോലെ തന്നെ ചില്ലി ഫിഷും ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചേട്ടൻ്റെ വക ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ. ബിനോയ് ചേട്ടൻ ശരിക്കും അവിടെ ഇല്ലായിരുന്നു, ചേട്ടൻ നാട്ടിലായിരുന്നു. എങ്കിലും ഷെഫ് ഞങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ചില്ലി ചിക്കൻ തന്നു. ദെൻ ഡെസേർട്ടിലേക്ക് കണ്ടോ, ആ കാലിയായിരിക്കുന്ന പാത്രം കണ്ട് ഞാൻ തിന്നു തീർത്താമെന്ന് വിചാരിക്കരുത് കേട്ടോ. അത് മൊത്തം എൻ്റെ പിള്ളേർ തിന്നു തീർത്തതാണ്. പിന്നെ രാത്രിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രിയായപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൃഗങ്ങളൊക്കെ സൈഡിലൊക്കെ വരും രാത്രി. ആ ടൈമിൽ കോൾ ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഗേറ്റിൻ്റെ അടുത്ത് മൃഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കാണണമെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞ്. അപ്പോൾ അതാ പുറത്ത് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കണ്ടിട്ട് മൃഗങ്ങളെ കാണാൻ വന്നവരും ചുമ്മാ ഇരുന്ന് വൈബ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു, കുറച്ച് തണുപ്പൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും പോയി മൃഗങ്ങളെ കാണാൻ വേണ്ടി. അപ്പോൾ അതാ ഒരു മ്ലാവ് തൊട്ടടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്, ഗ്രില്ലിട്ടിട്ടുള്ള ഗേറ്റാണ്, അടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പിള്ളേർ ധൈര്യത്തോടെ അതിനവിടുത്തെ ഇലയൊക്കെ പറിച്ച് വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. അവർ ധൈര്യമായിട്ട് തന്നെ അതൊക്കെ ചെയ്തു. ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്, ഓരോ അനുഭവങ്ങളാണ്. ഇങ്ങനെയൊക്കെ അവർക്ക് ധൈര്യത്തോടെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളല്ലാതെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നിന്ന് മ്ലാവ് വന്നു, പിന്നെ കാട്ടുപന്നീനെ കണ്ടു, മുള്ളം പന്നീനെ കണ്ടു, എല്ലാം അതുവഴിയൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. പതുക്കെ മിണ്ടാതെ ഒത്തിരി ഒച്ചയും വിളിയൊന്നും കൂട്ടാതെ നിൽക്കണം, എന്നാൽ എല്ലാത്തിനെയും ശരിയായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ പിള്ളേരും അതുപോലെ ധൈര്യത്തോടെ നിന്നു. ഇതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ, ഞങ്ങൾ സൂലൊന്നും അല്ലല്ലോ വന്നത്, അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളല്ലേ ഇതൊക്കെ. അവിടെ നിന്നുകൊണ്ട് എല്ലാവരും ആ കാഴ്ചകളൊക്കെ കണ്ട് അന്നത്തെ ദിവസത്തോടൊരു നല്ല ഗുഡ് നൈറ്റും പറഞ്ഞ് അവനവൻ്റെ റൂമിൽ പോയി നല്ലൊരു ഉറക്കം പാസ്സാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും എല്ലാവരോടും ബൈ ബൈ.